നിയമസഭ സ്വതന്ത്രവും നീതിയുക്തവുമായി മുന്നോട്ടു പോകണമെങ്കിൽ പുലർത്തേണ്ട നിഷ്പക്ഷ നിലപാട് ഏതു സാഹചര്യത്തിലും നിയമസഭാ സ്പീക്കർ മറന്നുകൂടാത്തതാണ്. ഈ പദവിയിൽ ഇരിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നീതിബോധത്തിലും ജനാധിപത്യ ബോധത്തിലും കറപുരളാൻ പാടില്ലാത്തതുമാണ്. ഈ അടിസ്ഥാന മൂല്യങ്ങൾ മറന്ന് സർക്കാർ വക്താവെന്ന മട്ടിലാണ് സഭാധിപൻ പെരുമാറുന്നതെങ്കിൽ അത് അപലപനീയമാണെന്നതിൽ സംശയമില്ല. ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള നീക്കത്തിനെതിരെ കെ രമ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് നിർണായക പ്രാധാന്യമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും പ്രമേയാവതരണത്തിന് അനുമതി ലഭിച്ചില്ല. സർക്കാർ അങ്ങനെ ഒരു നീക്കം ആലോചിച്ചിട്ടില്ലെന്ന് വ്യക്തമായതിനാൽ പ്രമേയത്തിന് പ്രസക്തിയില്ലെന്ന് പറഞ്ഞ് 145 സ്പീക്കർ AN ഷംസീർ ചൊവ്വാഴ്ച അത് തള്ളുകയായിരുന്നു. സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭയിൽ പറയേണ്ട മറുപടിയാണ് സ്പീക്കർ പറഞ്ഞതെന്നും ഇത് അനുചിതമാണെന്നുമാണ് ആരോപണം. സർക്കാരിന്റെ പക്ഷം പറയാനാണോ സഭാധിപൻ വിശിഷ്ടമായ ആ കസേരയിൽ ഇരിക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. RMP നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹം കൂടി ഉയർത്തുന്ന ഗൗരവ ചോദ്യങ്ങളാണ് അവതരണാനുമതി നിഷേധിക്കപ്പെട്ട അടിയന്തര പ്രമേയത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. ഭർത്താവിന്റെ ഘാതകരെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരായ രമയുടെ പ്രസംഗവും അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടിയും സഭയിൽ പ്രതീക്ഷിച്ചു. ഇത് നാടകീയ രംഗങ്ങൾക്ക് വഴിവെക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് നോട്ടീസ് പോലും അവതരിപ്പിക്കുന്നതിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചതെന്നാണ് ആരോപണം. സഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നെന്നും ആ ചോദ്യങ്ങളെ ഭയപ്പെടുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയേണ്ടത് സ്പീക്കറെ കൊണ്ട് പറയിപ്പിച്ചതെന്നും രമ ആരോപിക്കുമ്പോൾ അതിന് മുഴക്കമേറുന്നു. സഭയിൽ ഒരിക്കൽ ചർച്ച ചെയ്തതും കോടതികളുടെ പരിഗണനയിലുള്ളതും അടിയന്തര സ്വഭാവം ഇല്ലാത്തതുമായ വിഷയങ്ങളുടെ മേലുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകളാണ് ചട്ടപ്രകാരം തള്ളാറുള്ളത്. എന്നാൽ ഇതിലൊന്നും പെടാത്ത നോട്ടീസ് സ്പീക്കർ സ്വന്തം നിലയ്ക്ക് കാരണം ചൂണ്ടിക്കാട്ടി തള്ളുകയായിരുന്നു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത മറന്നുള്ള നടപടിയാണിതെന്ന വിമർശനമാണ് ഉയരുന്നത്. സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ നിയമസഭയെ നിയന്ത്രിക്കേണ്ട സ്പീക്കർ പാനലിൽ വനിതകൾ മാത്രം അടങ്ങിയതിന്റെ പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച അതേ നിയമനിർമ്മാണ സഭയിലാണ് വനിതാ അംഗം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നീതിബോധമില്ലാതെ സ്പീക്കർ തള്ളിയതെന്ന വൈരുദ്ധ്യവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രതിപക്ഷത്തിന്റെ അവകാശം സംരക്ഷിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നും നിയമസഭയിൽ താൻ നിഷ്പക്ഷനായിരിക്കുമെന്നും സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്ത വേളയിൽ വിവിധ വേദികളിൽ ഉറപ്പിച്ചു പറഞ്ഞ MN ഷംസീറിൽ നിന്നും മുൻപും പക്ഷാപാതിത്വ നടപടികൾ ഉണ്ടായതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. TP കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാൻ ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിച്ച് സർക്കാർ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഈ കേസിലെ പ്രതികളുടെ കാര്യത്തിൽ മുൻപ് പലപ്പോഴും ഉണ്ടായ ഉന്നത രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് ശിക്ഷയിളവ് നീക്കത്തിലും ഉണ്ടായതെന്ന് ആരോപിക്കപ്പെട്ട സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി നൽകേണ്ട മറുപടിക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നിട്ടും അതിനുള്ള അവസരം ബോധപൂർവം ഇല്ലാതാക്കിയത് സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതേ ഉള്ളൂ. നിയമസഭയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടിയല്ല, ജനാധിപത്യത്തിനും ജനതയ്ക്കും നിയമസഭയ്ക്കും വേണ്ടിയാണ് സ്പീക്കർ നിലപാടുകൾ എടുക്കേണ്ടത്. കേരള നിയമസഭയുടെ സ്പീക്കർമാരായിരുന്ന പലർക്കും പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യതയും ആദരവും നേടാൻ കഴിഞ്ഞത് നിഷ്പക്ഷതയും നീതിബോധവും കൊണ്ട് സഭകൾ നയിക്കാൻ സാധിച്ചതുകൊണ്ടാണെന്ന് കൂടി ഓർമ്മിക്കാം. സഭാനാഥൻ കാത്തു സൂക്ഷിക്കേണ്ട ഈ മൂല്യങ്ങൾ സ്പീക്കർ AN ഷംസീർ പക്ഷാപാതത്തോടെ സൗകര്യപൂർവ്വം മറന്നുവെങ്കിൽ അതുവഴി അദ്ദേഹം കളങ്കം ചാർത്തിയത് നിയമസഭയിലെ മാത്രമല്ല, ജനാധിപത്യത്തിൽ തന്നെയാണ്.